എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ VP ഉണ്ണികൃഷ്ണൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. 1970 നവംബർ 29 അർദ്ധരാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായ അതിഭയങ്കരമായ അഗ്നിബാധയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച അഗ്നിബാധയായിരുന്നു അത്. ഗുരുവായൂർ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് കത്തിക്കയറിയ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരാൻ ഇടയാക്കിയ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാം കൂടുതൽ മികവുകൾ ഉണ്ടാക്കിക്കൊടുത്ത ഒരു അഗ്നിശുദ്ധിയായിരുന്നു 1979 നവംബർ 29 രാത്രി 1:15 ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് സംഭവിച്ച അഗ്നിബാധ. അന്നും ഒരു ഏകാദശി കാലമായിരുന്നു. നവംബർ 29 പോലീസ് ഏകാദശി വിളക്കായിരുന്നു. ഏകാദശി വിളക്കിന്റെ വിളക്കെഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞ് രാത്രി 1 മണിയോടുകൂടി ഗോപുരവാതിലുകളെല്ലാം അടച്ച് എല്ലാവരും പുറത്തുപോയി. അതിനുശേഷമാണ് പുറത്തുണ്ടായിരുന്ന ചിലര് ക്ഷേത്രത്തിന്റെ അകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിലായിട്ട് തീ കത്തുന്നതായിട്ട്, പുക ഉയരുന്നതായിട്ട് കണ്ടത്. കണ്ടവരെല്ലാവരും കൂടി വിളിച്ചു കൂവി മതില് ചാടിക്കടന്ന് അകത്തെത്തി ഗോപുരവാതിലുകളെല്ലാം തുറന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാഴികമണി കൂട്ടമണിയായിട്ട് അടിച്ചു. അതോടെ നാനാഭാഗത്തു നിന്നും ജാതി മത ഭേദമന്യേ ആളുകൾ ഓടിക്കൂടി. അക്കാലത്ത് മണത്തല പള്ളിയിൽ നിന്നും അതേപോലെ പാലുവായി പള്ളിയിൽ നിന്നെല്ലാം കൂട്ടമണി മുഴക്കിയെന്നും അവിടെ നിന്നെല്ലാം ജാതി ഭേദമന്യേ മതഭേദമന്യേ ആളുകൾ ഓടിയെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് ആ ആപത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് ഓടിക്കൂടുകയും അപ്പോഴേക്കും അഗ്നിബാധ വളരെ ഗംഭീരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 2 ഭാഗത്തേക്ക്, തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്ന് കിഴക്കോട്ടും വടക്കോട്ടുമായിട്ട് തീ ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. വർഷങ്ങളായിട്ട് നെയ്യ് കുടിച്ചു നിന്നിരുന്ന ഈ വിളക്കുമാടത്തിലെ വിളക്കുകളും അതേപോലെ വിളക്കുമാടത്തിലെ തടികളെല്ലാം കത്തിപ്പിടിക്കുകയും മേൽഭാഗത്തെ ചെമ്പ് തകിടുകൾ ഉരുകി ഒലിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ ഭയാനകമായ കാഴ്ചയാണ് അവിടെ എത്തിയവർ കണ്ടത്. അവരെല്ലാവരും തങ്ങളാൽ ആവുന്ന വിധത്തില്, തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തില് കിട്ടിയ പാത്രത്തില് കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നുമെല്ലാം വെള്ളം മുക്കി ഈ അഗ്നിബാധയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. എന്നാൽ അതൊന്നും ബാധിച്ചില്ല. ഈ തീപിടുത്തം തെക്ക് ഭാഗത്തു നിന്നുള്ള തീയ് കത്തി കിഴക്കോട്ട് അയ്യപ്പന്റെ ഉപദേവനായ അയ്യപ്പന്റെ അമ്പലം വരെ എത്തിയിട്ട് അവിടുന്ന് തിടപ്പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ നിവേദ്യ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിടപ്പള്ളിയിലേക്ക് പ്രവേശിച്ചു. വടക്ക് ഭാഗത്താകട്ടെ വളരെ വേഗത്തിലാണ് അഗ്നിബാധ. തീപിടുത്തം വളരെ വേഗത്തില് തീ കത്തി വടക്കേ മൂലക്കലെത്തി. വടക്കേ മൂലക്കൽ നിന്ന് കിഴക്കോട്ടെത്തി. കിഴക്കോട്ട് അങ്ങനെ കോയ്മ മുറി വരെ അഗ്നിബാധ വളരെ ശക്തമായിട്ട് നീങ്ങാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ഭക്തരും ക്ഷേത്രത്തിലെ തന്ത്രിയും അതേപോലെ മറ്റുള്ള പരിചാരകരുമെല്ലാം വളരെ ഭയപ്പാടിലായി. തീപിടുത്തം എങ്ങാൻ ശ്രീകോവിലിനെ ബാധിച്ചാൽ, ഗുരുവായൂരപ്പന്റെ ഗർഭഗൃഹത്തിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, ഒരു അഗ്നിബാധയും ബാധിക്കാത്ത സ്ഥലത്താണ് എങ്കിൽ പോലും ഭയചകിതരായി തീർന്ന ഭക്തജനങ്ങളും ഗുരുവായൂരപ്പന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളും ചേർന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും ഒരു പറ്റം യുവാക്കൾ തന്ത്രിയുടെ അനുവാദത്തോടുകൂടെ ശ്രീലകവാതിൽ തുറന്ന് അകത്ത് കയറി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എടുത്ത് പുറത്തേക്ക് എത്തുകയും ചെയ്തു. വീട്ടിക്കിഴി കേശവൻ നായർ എന്നറിയപ്പെടുന്ന കേശുവേട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അകത്ത് കയറിയത്. കേശുവേട്ടനാണ് വിഗ്രഹം പുറത്തേക്ക് എത്തിച്ചത്. നേരെ വിഗ്രഹം കൊണ്ടുവന്ന് ഗുരുവായൂരപ്പൻ കൈകളിലേക്ക് ചാടി വന്നതുപോലെ എത്രയും വേഗം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, അഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ച വിഗ്രഹം വളരെ വേഗത്തില് പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞു. അത് തന്ത്രിയുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. തന്ത്രി അത് ആദ്യം ക്ഷേത്രം കൂത്തമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു. താൽക്കാലികമായിട്ട് ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചു. വീണ്ടും അഗ്നിബാധ തുടരുകയാണ് എന്ന് കണ്ടതോടുകൂടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തൊട്ടടുത്തുള്ള തന്ത്രി മഠത്തിലേക്ക് മാറ്റി. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം മാത്രമല്ല, ശ്രീലകത്തിന് സമീപം അകത്തുണ്ടായിരുന്ന ഗണപതിയുടെ വിഗ്രഹവും പുറത്തെ ഉപദേവനായ അയ്യപ്പന്റെ വിഗ്രഹവും ഇതിനൊപ്പം കൂത്തമ്പലത്തിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നത് നേരെ തന്ത്രി മഠത്തിലേക്ക് എത്തിച്ചു. അവസാനം പൊന്നാനിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും FACTയിൽ നിന്നുള്ള അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ ഗുരുവായൂരിൽ എത്തുകയും തീ കെടുത്തുകയും ചെയ്തു. രാവിലെ 6 മണിയോടുകൂടി ക്ഷേത്രം നാലമ്പലവും ചുറ്റമ്പലവും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി
11 മണിയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെയും ഉപദേവന്മാരുടെയും പുനഃപ്രതിഷ്ഠ കഴിയും. ഇതോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തില് ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. സാമൂതിരി രാജാവിന്റെയും മല്ലിശ്ശേരി നമ്പൂതിരിയുടെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കാൻ കാരണമായത് ഈ അഗ്നിബാധയാണ്. ഡിസംബർ 5-ാം തീയതി ഗുരുവായൂരിൽ കൂടിയ സർക്കാർ വിളിച്ചു ചേർത്ത പുനരുദ്ധാരണ സമിതി യോഗത്തിൽ കെ കേളപ്പനെ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാനായിട്ട് തീരുമാനിക്കുകയും ഗുരുവായൂർ ക്ഷേത്രം കത്തിപ്പോയ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അനൗൺസ് ചെയ്തതോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ടുള്ള ധാരാളം ഫണ്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന ആളുകളുടെ ഉള്ളിലുണ്ടായ ആ വേദനയ്ക്ക് പരിഹാരമായി അവർ എത്രയും വേഗം ഇതിന്റെ പുനരുദ്ധാരണം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം വളരെ ഭംഗിയായിട്ട് 1973 അവസാനിച്ചു. 71 സർക്കാർ മല്ലിശ്ശേരിയുടെയും സാമൂതിരിയുടെയും ഉടമസ്ഥയിലുണ്ടായിരുന്ന ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്ത് സാമൂതിരി ചെയർമാനായിട്ടും മല്ലിശ്ശേരി കോ ചെയർമാനായിട്ടും വൈസ് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി 17-അംഗ കമ്മിറ്റി ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് 1978 പുതിയ നിയമം കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള 9-അംഗ കമ്മിറ്റിയെ നിയമിക്കുകയും അതിനുശേഷം ഈ അഗ്നിബാധയ്ക്ക് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായത്, ഇത്ര വലിയ അഭിവൃദ്ധി ഉണ്ടായത്, ഇത്രയധികം ധനസമ്പത്ത് കുമിഞ്ഞുകൂടിയത് എന്ന് വേണ്ട. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ഈ കാണുന്ന വിധത്തിലേക്ക് വർദ്ധിക്കാനുണ്ടായ ഒരു കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധയാണ്. നവംബർ 29 അഗ്നിബാധ ഉണ്ടായ ദിവസം. 1970 നവംബർ 29 രാത്രിയാണ് അഗ്നിബാധ ഉണ്ടായത്. ഇതതിന്റെ 54-ാമത്തെ വർഷമാണ് ഈ ഏകാദശി കാലം എന്ന് പറയുന്നത്. 54 വർഷം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ ആകെ തന്നെ മാറുന്ന വിധത്തിലുള്ള വലിയ വികസനവും പുരോഗതിയും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായി. ഭക്തജനങ്ങളുടെ വരവ് വളരെയധികം വർദ്ധിച്ചു. ഗുരുവായൂരിന്റെ സമൂല പരിവർത്തനത്തിന് കാരണമായ അഗ്നിശുദ്ധിയായിരുന്നു അന്ന് സംഭവിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന മാലിന്യങ്ങള് ജീർണതകളെല്ലാം നീക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ സ്വയം തീരുമാനിച്ച ഒരു അഗ്നിശുദ്ധിയായിരുന്നു അത് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുകയാണ്. ആ അഗ്നിബാധയുടെ കഥയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ശ്രീ ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കൃഷ്ണാർപ്പണം.